ഇവിടെയുള്ള പേഷ്യൻറ്റിനെ പരമാവധി മെയിൻ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് എവിടെയാണ് ഒഴിവുള്ള ICU എല്ലാം കയറ്റാൻ TCCയിലും റെഡിയാണ്, വെന്റിലേറ്ററും അവിടെ റെഡിയാണ്. പിന്നെ ബീച്ചിലും നമ്മൾ DMO വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇനി കണക്ക് എടുക്കണം നമ്മൾ കേട്ടോ. ഇല്ല, അത് ന്യൂറോ സർജറിയിൽ ആ ഡോക്ടേഴ്സ് കൂടെ പോയിട്ടുണ്ട്, ഫയർഫോഴ്സിൻ്റെ കൂടെ. അത് 4ാമത്തെ നിലയിലാണ്. അതിന് ഷിഫ്റ്റ് ആക്കണമെന്ന് അവരോട് തീരുമാനിച്ച് പറയാൻ പറ്റും. ഇല്ല, അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. 3 ന്യൂറോ സർജറി ഡോക്ടേഴ്സും അതേപോലെ ഫയർഫോഴ്സിൻ്റെ ആളും പോലീസും കൂടെ മുകളിൽ പോയിട്ടുണ്ട്. അതിൽ 4 പേരായിട്ടുള്ളത്. അപ്പോൾ അവരെ മാറ്റണോ വേണ്ടി പുകയില്ലാത്തതുകൊണ്ട് അവരോട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മാറ്റും. അല്ല, അത് റെഡിയാക്കും. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ നോക്കൂ, നിങ്ങളെ കാണുന്ന പോലെ അത്ര തന്നെ എനിക്കും അറിയുന്നുള്ളൂ. ഇല്ല, അത് ഒരു തവണ എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിങ് ലിഫ്റ്റ്, ബാത്റൂം, MRI, CT ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തു. ഡബിൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഒന്നുകൂടി റൗണ്ട്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൾ ഷിഫ്റ്റ് ചെയ്ത സ്ഥലത്ത് അവിടേക്ക് എവിടെയാണ് ഷിഫ്റ്റ് ചെയ്ത് അവിടെയൊക്കെ പോയി നോക്കാൻ പറഞ്ഞിട്ട് എല്ലാ HODമാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓർത്തോ HOD ഇവിടെ തന്നെയുണ്ട്. ഡോക്ടർ ജേക്കബ് ഉണ്ട്, ഡോക്ടർ ജയേഷ് മെഡിസിൻ HOD ഇവിടെയുണ്ട്. ബാക്കി കുറേ ഡോക്ടേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻ്റൊക്കെ അവരോട് പോയി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരി, അല്ല, ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത കുറച്ച് പേര് മാത്രം പ്രൈവറ്റിൽ പോയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെയാണ്. ബാക്കിയൊക്കെ കോളേജിൽ പഴയ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് TCCയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. എല്ലാം ഓൾമോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. ഇനി ന്യൂറോ സർജറി അവരെ ഡോക്ടേഴ്സിന് തീരുമാനത്തിന് വിട്ടിട്ടുണ്ട്. 4ാമത്തെ ഫ്ലോർ. അപ്പോൾ പുകയുണ്ട മാറ്റിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.